നമസ്തേ. മാസപ്പടി കേസിൽ ഇനി നിർണായക വഴിത്തിരിവോ? വീണ വിജയന് ഇ.ഡി. സമൻസ്. ഇനി എന്ത് സംഭവിക്കും? മാസപ്പടി കേസിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നിർണായകമായ നീക്കമാണോ ഇത്? മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സമൻസ്. കോടതി നൽകിയ പുതിയ ഉത്തരവ്, 134 സുപ്രധാന രേഖകൾ, CMRL ഉദ്യോഗസ്ഥർക്കും കുടുംബാംഗങ്ങൾക്കും നോട്ടീസ്. ഇതെല്ലാം ഒരുമിച്ച് സംഭവിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായം തുറക്കുകയാണോ? ഈ കേസിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നടന്ന സംഭവങ്ങൾ പരിശോധിച്ചാൽ അന്വേഷണത്തിന്റെ ദിശ തന്നെ മാറുന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കേരളമേറെ ചർച്ച ചെയ്ത മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ഇ.ഡി. ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു. വരും വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് ഇ.ഡി. സമൻസ് അയക്കുന്നത്. വീണ വിജയന് പുറമെ CMRL MD ശശിധരൻ കർത്ത ഉൾപ്പെടെ 9 പേർക്കും ഇ.ഡി. സമൻസ് അയക്കും. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ പ്രത്യേക PMLA കോടതി പുറപ്പെടുവിച്ച കടുത്ത ഉത്തരവാണ് ഇ.ഡിയുടെ ഈ പെട്ടെന്നുള്ള നീക്കങ്ങൾക്ക് ആധാരം. കൊച്ചി ഓഫീസിലാണ് ചോദ്യം ചെയ്യലിനായി എത്തേണ്ടത്. ശശിധരൻ കർത്തയുടെ മകൻ ശരൺ കർത്തയ്ക്കും CMRL ഉദ്യോഗസ്ഥർക്കും സമൻസ് അയച്ചിട്ടുണ്ട്. വീണയ്ക്കെതിരെ വ്യക്തമായ തെളിവുണ്ടെന്ന് ഇ.ഡി. വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഇ.ഡി. ഡയറക്ടറായ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേർന്നിരുന്നു. വീണയ്ക്കെതിരെ അടക്കം കേസിൽ ശേഖരിച്ച വിവരങ്ങൾ യോഗത്തിൽ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നും ഡയറക്ടർ നിർദ്ദേശിച്ചിരുന്നു. ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി വീണയുടെ ബാങ്ക് ലോക്കർ പരിശോധിക്കാനും ഇ.ഡി. ആലോചിക്കുന്നുണ്ട്. റെയ്ഡുകളിലൂടെ പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളും ബാങ്ക് രേഖകളും നിലവിൽ ഉദ്യോഗസ്ഥരുടെ വിശദമായ പരിശോധനയിലാണ്. CMRL സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ തെളിവുകളോടെ പഴുതടിച്ച അന്വേഷണമാണ് ഇ.ഡി. നടത്തുന്നത്. അടുത്തിടെ നടത്തിയ റെയ്ഡിനു പിന്നാലെ മരവിപ്പിച്ച 242 അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്കും ഇ.ഡി. കടന്നിട്ടുണ്ട്. മരവിപ്പിച്ച അക്കൗണ്ടുകളിലൊന്ന് വീണയുടേതാണ്. HDFC ബാങ്കിലെ അക്കൗണ്ടിലെ പണം ഉൾപ്പെടെ ഇ.ഡി. കണ്ടുകെട്ടിയേക്കും. ഇതിനായി വരും ദിവസങ്ങളിൽ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഔദ്യോഗിക റിപ്പോർട്ട് നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇ.ഡി. എന്താണ് മാസപ്പടി കേസ്? കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച സംഭവമാണ് മാസപ്പടി കേസ്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസെന്നും പറയാം. മുൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ അവരുടെ IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ്, കൊച്ചിയിലെ CMRL എന്ന കരിമണൽ കമ്പനി എന്നിവരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് ഈ കേസിന് ആധാരം. അന്വേഷണ ഏജൻസികളുടെ ആരോപണമനുസരിച്ച് ഈ പണം നൽകിയതിന് അനുസരിച്ചുള്ള സേവനങ്ങൾ ലഭിച്ചതിന് മതിയായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് അവരുടെ നിലപാട്. ഈ ആരോപണങ്ങൾ ടി വീണയും ബന്ധപ്പെട്ടവരും നിഷേധിച്ചിട്ടുണ്ട്. ഇതോടെയാണ് ആദ്യം ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് കമ്മീഷനിൽ നിന്ന് വിഷയം ഉയർന്നു വന്നത്. തുടർന്ന് SFIO അന്വേഷണം നടത്തി. പിന്നീട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചു. ഹൈക്കോടതിയിൽ CMRLന് തിരിച്ചടി. ഈ കേസിൽ ഏറ്റവും വലിയ വഴിത്തിരിവ് കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. CMRL നൽകിയ ഹർജി തള്ളിക്കൊണ്ട് കേരള ഹൈക്കോടതി ഇ.ഡിക്ക് അന്വേഷണം തുടരാമെന്ന് വ്യക്തമാക്കി. സമൻസ് അടക്കമുള്ള നടപടികൾ നിയമപരമായി തുടരാമെന്നും ഈ ഘട്ടത്തിൽ അന്വേഷണം തടയാനാകില്ലെന്നും കോടതി വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇതോടെയാണ് അന്വേഷണത്തിന് പുതിയ വേഗത ലഭിച്ചത്. ഈ കേസിൽ 134 നിർണായക രേഖകൾ ഇ.ഡിക്ക് ലഭിച്ചു. ഇതിന് പിന്നാലെ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി മറ്റൊരു നിർണായക ഉത്തരവും പുറപ്പെടുവിച്ചു. SFIO അന്വേഷണത്തിനിടെ ശേഖരിച്ച 134 രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാൻ കോടതി അനുമതി നൽകി. CMRL ഇതിനെ എതിർത്തിരുന്നെങ്കിലും കോടതി ആ വാദം അംഗീകരിച്ചില്ല. ഈ രേഖകൾ ഇപ്പോൾ ഇ.ഡി. അന്വേഷണത്തിന്റെ കേന്ദ്ര ബിന്ദുവാകാനാണ് സാധ്യത. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ ഈ രേഖകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇനി സമൻസ്. രേഖകൾ ലഭിക്കുന്നതിനുള്ള കോടതി ഉത്തരവിന് പിന്നാലെ ഇ.ഡി. അന്വേഷണം കൂടുതൽ ശക്തമാക്കി. ടി വീണയ്ക്ക് വെള്ളിയാഴ്ച ഹാജരാകാൻ സമൻസ് അയച്ചിട്ടുണ്ട്. അതോടൊപ്പം CMRLന്റെ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ കർത്ത, ചീഫ് ജനറൽ മാനേജർ KS സുശേഷ് കുമാർ, മറ്റ് ഉദ്യോഗസ്ഥർ, ചില കുടുംബാംഗങ്ങൾ, വിവിധ അനുബന്ധ കമ്പനികളുടെ ഡയറക്ടർമാർ എന്നിവർക്കും നോട്ടീസ് നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇ.ഡി. ഇനി അന്വേഷിക്കുന്നത് എന്ത്? ഇനി പലർക്കും ഉള്ള ചോദ്യം ഇതാണ്. ഇ.ഡി. ഇനി എന്താണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്? അന്വേഷണത്തിന്റെ ഭാഗമായി പ്രധാനമായും പരിശോധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, എക്സാലോജിക് യഥാർത്ഥത്തിൽ എന്തെല്ലാം സേവനങ്ങൾ നൽകിയ സേവനങ്ങൾക്ക് രേഖകളുണ്ടോ? പണം നൽകിയതിന്റെ ബിസിനസ് അടിസ്ഥാനമെന്ത്? സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയായിരുന്നു? ഈ പണം PMLA പ്രകാരം പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണോ എന്നത്. ഇവയെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമാണ്.
ഇതിൽ അന്തിമ നിഗമനങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ ചോദിക്കാം? നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം ചോദ്യം ചെയ്യലിൽ ഉയരാൻ സാധ്യതയുള്ള വിഷയങ്ങൾ കരാറുകളുടെ വിശദാംശങ്ങൾ, ഇൻവോയ്സുകൾ, ബാങ്ക് ഇടപാടുകൾ, ഇമെയിൽ ആശയവിനിമയങ്ങൾ, സർവർ രേഖകൾ, ജീവനക്കാരുടെ പങ്കാളിത്തം, പ്രോജക്ട് ഡെലിവറി രേഖകൾ. ഇഡിക്ക് ലഭിക്കുന്ന രേഖകളുമായി ഈ വിവരങ്ങൾ താരതമ്യം ചെയ്തായിരിക്കും അന്വേഷണം മുന്നോട്ടു പോകാൻ സാധ്യത. ഇതൊരു നിയമപരമായ കേസ് മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിലും വലിയ ചർച്ചയാണ്. പ്രതിപക്ഷം ഈ കേസിനെ സർക്കാർ നേതൃത്വവുമായി ബന്ധപ്പെടുത്തി ശക്തമായി ഉയർത്തിക്കാട്ടുമ്പോൾ CPM കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുകയാണെന്ന നിലപാടാണ് ആവർത്തിച്ച് ഉന്നയിക്കുന്നത്. അതേസമയം അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ കുറ്റം തെളിയുകയോ കുറ്റവിമുക്തരാകുകയോ ചെയ്യുന്നത് കോടതിയിലെ തുടർ നടപടികളിലൂടെയാണ് തീരുമാനിക്കുക. ഇനി എന്ത് സംഭവിക്കും? ഇനി എല്ലാവരും ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. വീണ ഇഡിക്ക് മുന്നിൽ ഹാജരാകുമോ? ചോദ്യം ചെയ്യൽ എത്ര സമയം വരെ നീളും? 134 രേഖകളിൽ എന്തെല്ലാം വിവരങ്ങളുണ്ട്? ഇഡി പുതിയ പ്രതികളെയോ സാക്ഷികളെയോ ചേർക്കുമോ? തുടർ അന്വേഷണത്തിൽ അറസ്റ്റോ സ്വത്ത് കണ്ടുകിട്ടലോ പോലുള്ള നടപടികളിലേക്ക് അന്വേഷണം പോകുമോ ഇല്ലയോ? ഈ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായ ഉത്തരമില്ല. അന്വേഷണം പുരോഗമിക്കുന്നതിനനുസരിച്ചായിരിക്കും തുടർ നടപടികൾ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ നടത്തുന്ന അന്വേഷണത്തെയും സമൻസിനെയും ചോദ്യം ചെയ്തുകൊണ്ട് CMRL നൽകിയ ഹർജി 2026 മെയ് 26 കേരള ഹൈക്കോടതി തള്ളിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇഡിക്ക് അന്വേഷണം തുടങ്ങാൻ മറ്റൊരു ഏജൻസിയുടെ FIR നിർബന്ധമില്ലെന്ന് കോടതി അന്ന് വ്യക്തമാക്കി. ഇതോടെയാണ് മാസപ്പടി കേസിൽ ഇഡിയുടെ അന്വേഷണത്തിന് മുന്നിലുണ്ടായിരുന്ന നിയമ തടസ്സങ്ങളെല്ലാം നീങ്ങി തുടങ്ങിയത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അതായത് SFIO ഓഫീസ് 2025 ഏപ്രിലിൽ ഈ കേസിൽ ഔദ്യോഗികമായി പരാതി ഫയൽ ചെയ്ത കാര്യവും ഇഡി കോടതിയെ അറിയിച്ചിരുന്നു. മെയ് 27 കേരളത്തിലും ബംഗളൂരുവിലുമായി 10 ഇടങ്ങളിൽ ഇഡി വ്യാപകമായ റെയ്ഡ് നടത്തി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലും പരിശോധന നടന്നു. വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും പരിശോധനയുണ്ടായി. റെയ്ഡ് സമയത്തെ തിരുവനന്തപുരത്തെ വീട്ടിലുണ്ടായിരുന്ന വീണയിൽ നിന്ന് ഇഡി ഉദ്യോഗസ്ഥർ മൊഴിയെടുത്തു. റെയ്ഡുകൾക്കും അന്വേഷണങ്ങൾക്കും പിന്നാലെ കേസ് കൂടുതൽ കർശനമാക്കുന്നതിന്റെ ഭാഗമായി 18.36 കോടി രൂപയും 242 ബാങ്ക് അക്കൗണ്ടുകളും ഇഡി മരവിപ്പിച്ചു. അതേസമയം കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ എന്നതിനപ്പുറം ഇഡിയുടെയും SFIയുടെയും കർശനമായ അന്വേഷണങ്ങൾക്കും റെയ്ഡുകൾക്കും വഴിമാറിയിരിക്കുകയാണ് നിലവിൽ മാസപ്പടി കേസ്. എന്തായാലും മാസപ്പടി കേസ് ഇപ്പോൾ നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. കോടതിയുടെ ഉത്തരവ്, SFIO രേഖകൾ ഇഡിക്ക് ലഭിക്കുന്നത്, തുടർന്ന് വീണയ്ക്കും CMRL ഉദ്യോഗസ്ഥർക്കും സമൻസ്, ഇവയെല്ലാം ചേർന്ന് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം കൂടുതൽ ശ്രദ്ധേയമാക്കിയിരിക്കുകയാണ്. ഈ കേസിൽ ഇനി വരുന്ന ഓരോ ദിവസവും പുതിയ വിവരങ്ങൾ പുറത്തുവരാൻ സാധ്യതയുണ്ട്. SFIO കണ്ടെത്തിയ വിവരങ്ങളും ഇഡിയുടെ കയ്യിലുള്ള തെളിവുകളും വെച്ച് വീണ വിജയനെ ചോദ്യം ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ പൂരത്തിന് വഴി തുറക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.